അട്ടിപ്പൊളി അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി. എന്താ പറയുക, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. അതായത് ഒരു വേറെ ഫീല്. ഞാൻ ഈ ഒരു വൈറ്റ് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സാംസങ് S22 Ultra. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ ഫോണ്. അതായത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ലാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യണ്ട, എന്തെങ്കിലും ഒരു ഫീല്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും കുറച്ച് നെഗറ്റീവ്സ് പറയാ എന്ന് വെച്ചാൽ പോലും എനിക്കൊന്നും കണ്ടില്ല. അതാണ് സത്യം പറയുക. ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഇതാണ്ടോ, ബോക്സ്. ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളില് നമ്മൾക്ക് സാംസങ് ചാർജർ തരുന്നില്ല. ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അളിയാ, ഞാൻ ഉണർന്നേനെ. അതൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എല്ലാം സാംസങ്ങിന്റെ ഒരു ഡിവൈസിലും ഇനി മുതൽ ചാർജർ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്താ പറയാ, ഒന്നും പറയാനില്ല. ഇതിന്റെ കൂടെ നമുക്ക് തന്ന ചാർജിങ് പോർട്ട് C പോർട്ടാണ്. പക്ഷെ ഈ വാച്ച് നമുക്ക് ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. പക്ഷെ ഈ വാച്ച് ചാർജ് ചെയ്യാൻ അവർ തന്നിരിക്കുന്നത് ഇതിന്റെ A പോർട്ടാണ്. ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? അത് USB-A ആണ്. അപ്പൊ നമ്മൾക്കിത് നമ്മൾ സ്പെഷ്യൽ ചാർജർ മേടിച്ചാൽ തന്നെ ഇപ്പൊ വരുന്ന ചാർജർ ഫുള്ള് C ടൈപ്പ് ചാർജിങ് ആണ്. ഈ C ടൈപ്പ് ചാർജിങ്ങിൽ നമുക്ക് ഈ സാധനം കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇനിയും എഗെയിൻ ഒരു ചാർജറും കൂടെ മേടിക്കണം. ഈ ഗ്ലോബൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്താ ഒരു അർത്ഥമുള്ളതെന്ന് എനിക്ക് തോന്നിട്ടോ. അതായത് ഇതിനൊരു ചാർജർ മേടിക്കണം, അതിന് നമ്മൾ മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ മൊബൈലിനൊരു ചാർജർ നമ്മൾ മേടിക്കണം. അങ്ങനെ മൊത്തം ഇപ്പം എത്ര ചാർജറായി? അപ്പൊ ഇത് ആഫ്റ്റർ ഓൾ ഇതെങ്കിലും ഒരു C പോർട്ട് നമ്മൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാർജറിലെ നമുക്ക് ഉപയോഗിക്കായിരുന്നു. അതൊരു ഡിമെറിറ്റ് ആണ്. പിന്നെ മൊബൈലിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഈ സാധനം ഫസ്റ്റ് നമ്മൾ എടുത്ത് നമ്മുടെ ആപ്സ് ഒക്കെ ഇൻസ്റ്റാൾ ആക്കുമല്ലോ. ആപ്സ് ഒക്കെ ഇൻസ്റ്റാൾ ആക്കുന്ന ആ ഒരു സമയത്ത് ചെറിയൊരു വാമുണ്ടായിരുന്നു, അതായത് ചെറിയൊരു ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാം ഒന്ന് സെറ്റായി, എല്ലാം നമ്മളൊക്കെ ആപ്സ് ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒക്കെ അതിന് ശേഷം ഒരു തരത്തിലൊരു പ്രശ്നങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നന്നായി ബാറ്ററി നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരത്തോ അങ്ങനെ മറ്റോ ചാർജ് ചെയ്താണ്. ഏകദേശം ഇപ്പോൾ 43 സംതിങ് ചാർജ് ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ സൗണ്ട് വണ്ടർഫുൾ ആണ്. സൗണ്ട് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി സൗണ്ടാണ്. നമ്മൾ വേറെ ഏത് മൊബൈലിലും കാണാത്ത ആ ഒരു ഡോൾബി അറ്റ്മോസ്, ആ ഒരു ഫീൽ, നമ്മുടെ ഈ ഫ്രണ്ടത്തെയും ഇവിടത്തേക്ക് നമ്മൾ സൗണ്ട് വരുമ്പോൾ വളരെ അടിപൊളി സൗണ്ടാണ്. വളരെ നല്ല അടിപൊളി സൗണ്ടാണ്. 120 to 1 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഹയർ എൻഡ് നമ്മൾ ആപ്സ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഗെയിംസ് ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. തൊടുന്നത് പോലും, അതായത് ഒരു ഫെദർ ടച്ച് പോലുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സാംസങ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസസ്സറൊക്കെ ഉള്ളത് കാരണം കുറച്ചുകൂടെ എനിക്കൊരു ബെറ്റർ ആയിട്ടാണ്, എനിക്ക് നല്ലൊരു ഫീലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറ വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് പടം അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഇട്ടുതരാം. എന്താണെന്നറിയോ, അടിപൊളി പറഞ്ഞാൽ ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ അൺബോക്സിങ് വീഡിയോയിൽ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വേറെ നമ്മൾ നിന്നെടുത്ത ഫോട്ടോസും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ സ്റ്റെബിലൈസേഷൻ കുറച്ച് നന്നായിട്ടുണ്ട്. 2 ക്യാമറയിലും നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇതൊരു വാച്ച് കേട്ടോ. ഈ ഒരു വാച്ച് സംഭവം അടിപൊളി വെർത്താണ് കേട്ടോ. ഗാലക്സി വാച്ച് നമുക്ക് അത്യാവശ്യം നല്ലൊരു വെർത്തായിട്ടുള്ളൊരു സാധനമാണ്. നമുക്കിതിൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് LTE മോഡല്ല, ഇത് ബ്ലൂടൂത്ത് മോഡാണ്. എന്നിരുന്നാൽ പോലും ഈ സംഭവം ഇതായിട്ട് നല്ല സിങ്ക്രണൈസ് ആയിട്ട് നമുക്ക് നമ്മൾ നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്ത് നമുക്ക് എക്സസൈസ് ചെയ്യണമെങ്കിലൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഈ വാച്ചിൽ മറ്റേ ഒരു സ്പൈജൻ്റെ ഒരു കവർ കിട്ടുന്നുണ്ട്, അത് ഞാൻ ഇട്ടുതരാം. അത് അടിപൊളിയായിട്ട് സാധനം, നല്ലൊരു കവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1,10,000 രൂപ എന്നൊക്കെയാണ് സെറ്റിന്റെ റേറ്റ് പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു റേഞ്ച് ഒന്നും വരുന്നില്ല. ഏകദേശം നമ്മൾ സാംസങ്, അതായത് മെയിൻ ആയിട്ട് നമ്മൾ സാംസങ് കഫേയിൽ നിന്ന് എവിടെ നമ്മൾ സാംസങ്ങിന്റെ ഒക്കെ സെറ്റ് എടുക്കണമെന്ന് വെച്ചാൽ സാംസങ് കഫേയിൽ പോയിട്ട് നമ്മൾ അന്വേഷിച്ച് അവർക്ക് കുറെ റെഡീം പോയിന്റ്സ് കാര്യങ്ങൾ, അപ്ഗ്രേഡ് ബോണസ് ഒരു 8,000 സംതിങ് കിട്ടുന്നുണ്ട്.
പിന്നെ നമ്മൾ ഈ മൊബൈൽ മേടിക്കുന്ന സമയത്ത് പ്രീ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2000 പോയിന്റ്സ് അധികം കയറും. പിന്നെ നമ്മൾ ഓൾറെഡി മൊബൈൽ മേടിക്കുന്ന ഒരു 2200 പോയിന്റ്സോളം നമ്മൾക്ക് റെഡീം ചെയ്യാം. ഇതൊക്കെ കൂടെ റെഡീം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസിനാണ് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാംസങ് കഫേന്ന് തന്നെയാണ് മേടിക്കുന്നത്. ഞാനിത് നമ്മുടെ പാലക്കാടുള്ള ടി ബി റോഡിലുള്ള സാംസങ് കഫേ എന്നാണിത്, നമുക്കറിയാലോ, നിങ്ങൾ മറ്റേ അൺബോക്സിങ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ നിന്നാണ് നമുക്കിത് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. വളരെ, അതായത് നല്ല ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത ഒരു എമൗണ്ട് എന്നൊക്കെയാണ് നമുക്ക് ഈ സാധനം നമുക്ക് കൈ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം പറയാനുള്ളത്, ഇതിൽ 45 വാട്ട്സ് സപ്പോർട്ടീവുള്ള ഫോണാണ്. പക്ഷേ 45 വാട്ട്സിന് ഏകദേശം 3000 അറൗണ്ട് വരുന്നുണ്ട് എങ്കിൽ പോലും നമുക്കൊരു 25 വാട്ട്സ് ഒക്കെ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 25 വാട്ട്സും 45 വാട്ട്സും തമ്മിൽ ഒരു 7 മിനിറ്റ്സിൻ്റെ അടുത്ത് 0 to 100 7 മിനിറ്റ്സ് വ്യത്യാസമേ ഉള്ളൂ ഈ ചാർജിങ് ടൈം. 1 മണിക്കൂർ ചാർജ് ഇരിക്കാമെങ്കിൽ ഒരു 7 മിനിറ്റും കൂടി ഇരുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അരി വെക്കാമെന്നവൻ അടി അരി മുട്ടിക്കോ ഭഗവാനെ. അപ്പോൾ അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് 25 വാട്ട്സ് എടുത്താൽ തന്നെ ധാരാളമാണ് ഇതിന്. ഞാൻ 25 വാട്ട്സ് യൂസ് ചെയ്യുന്നത്. പൗച്ച് യൂസ് ചെയ്യണം കേട്ടോ. പൗച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വീണ് പോയാൽ നല്ലൊരു എമൗണ്ട് തീർച്ചയായിട്ടും പോകും. ഞാനിതിന് മറ്റേ ഇതിട്ടിട്ടുണ്ട്, നമ്മൾ സാംസങ് കെയർ പ്ലസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളത് ചെയ്തോ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ പൗച്ച് യൂസ് ചെയ്യുക. പൗച്ച് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത്യാവശ്യം കയ്യിൽ നിന്ന് വേഗം വഴുക്കി പോകാനുള്ള ഒരു ഇതുണ്ട്. പെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, പൊള്ളിയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഫുൾ എഴുത്തും പരിപാടികളൊക്കെ. നമ്മൾ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിവ്യൂ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് റിവ്യൂഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഒരു വേറെ ഒന്നുമില്ല, പോസിറ്റീവ്സ് ഇഷ്ടം പോലെയുണ്ട്. യൂട്യൂബ് മുഴുവൻ പോസിറ്റീവ്സേ ഉള്ളൂ. അതിപ്പോൾ നമ്മളൊരു കാര്യം പറയില്ല, നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വലിയ നെഗറ്റീവ്സേ ഇല്ല സംഭവം. എന്തെങ്കിലും ഒരു ഹീറ്റിംഗ് ഇഷ്യൂ, അത് ഇത് എങ്ങനെ പോരാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, സംഭവം ഒന്നുമില്ല. എനിക്കിത് ഇപ്പോൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പ്രശ്നങ്ങളും എനിക്ക് ഇത്ര നേരം വരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കൂട്ടി പറയാം. പിന്നെന്താണ്, അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അടിച്ചിട്ട് പോവുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം പൊളിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഞാൻ നിങ്ങളുടെ ഷിനോസ് ഇരുന്നതിനാണ്. ലെറ്റ്സ് ഗോ.